നമുക്കൊപ്പം വി അരുൺ കൂടി ചേരുകയാണ്. അരുൺ, പാലക്കാട് കത്തിയ നീലപ്പെട്ടി നിലമ്പൂരിലേക്ക് എത്തുകയാണോ? നിലമ്പൂരിലും പെട്ടി വിവാദം ചർച്ചയാകുന്നു. ഇരവാദം ഉന്നയിക്കുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അവരെ പിന്തുടരുന്നോ, വേട്ടയാടുന്നോ എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം നിലമ്പൂരിൽ സൃഷ്ടിക്കപ്പെടുകയാണോ? എന്താണ് സംഭവിച്ചത്? സ്വാഭാവിക പരിശോധനകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാറുണ്ട്. അത് സാധാരണക്കാരുടെയും നേതാക്കളുടെയും ഒക്കെ വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡും പോലീസും പരിശോധിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് സ്ക്വാഡാണ് സാധാരണഗതിയിൽ ഇത്തരം പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ഈ പ്രധാന പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒക്കെ അത്തരം പരിശോധനകൾ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് എന്നാണ് ആദ്യം വരുന്ന വിവരം. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ആയിരുന്നില്ല, പകരം പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന ഒരു പരാമർശമാണ് ഈ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ഒക്കെ ഭാഗത്തുണ്ടാകുന്നത്. തങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു ആരോപണം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും സ്വാഭാവികമായ വിഷയം ചർച്ചയാകും. ഇത് പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദം പോലെ അല്ലെങ്കിലും രണ്ട് നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, അന്ന് ആരോപണ വിധേയരായ രണ്ട് നേതാക്കൾ തന്നെ ഇതിലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണത്തിന് ശക്തി നൽകുന്നത്. അതായത് അന്നും അവിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. രാഹുൽ നമ്മുടെ സ്ഥാനാർത്ഥിയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിന്റെയും വാഹനം തടയുന്നു. അതിൽ പെട്ടിയടക്കം, പെട്ടിയിൽ വസ്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതടക്കം പരിശോധിക്കുമ്പോൾ തങ്ങളെ ടാർഗറ്റ് ചെയ്തുള്ള സർക്കാർ നീക്കമായി തന്നെ UDF-ഉം അതുപോലെ തന്നെ നേതാക്കളും ഇത് കാണുമെന്നുറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും നിലമ്പൂരിൽ തന്നെയുണ്ട്. അവരുടെ പ്രതികരണം വൈകാതെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. KPCC അധ്യക്ഷൻ ഇതിനകം വാർത്താ സമ്മേളനം 11 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വിഷയമായി ഇത് നിലമ്പൂരിൽ മാറുമെന്ന ഉറപ്പാണ്. UDF-ന്റെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, യുവ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് പോലീസും സർക്കാരും പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഇത് കൂടുതൽ ശക്തമാക്കാൻ ഒരുപക്ഷെ UDF തയ്യാറായിരിക്കും. ഏതായാലും സർക്കാരിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുമുണ്ട് പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെയുള്ള ഈ ഹോട്ടലിൽ രാഹുൽ ഈ വിവാദം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നോക്കൂ. മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി വിഷയം കൂടുതൽ കത്തിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ശ്രമം ഇടത് ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്ന ഒരവസരം. 10 മന്ത്രിമാർ ഇന്ന് ക്യാമ്പ് ചെയ്ത് പ്രചരണ രംഗത്തിറങ്ങുന്ന ഒരു സമയത്താണ് UDF-ന് ആ കയ്യിൽ വെച്ച് കൊടുത്തതുപോലെ പറയാൻ പറ്റുന്ന ഒരു വിഷയം കിട്ടിയിരിക്കുന്നത്. ശരി, ഞാൻ അരുണിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഇപ്പോൾ നിലമ്പൂരിൽ ഉയർന്ന ഈ വിവാദത്തിന്റെ ദൃശ്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി പറമ്പിലിനെയും തടഞ്ഞു നിർത്തി, വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടോ, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടല്ല, ആ പണി എടുക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടോ, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടല്ല, ആ പണി എടുക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല. ഏതായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ അവിടെ ഉണ്ടായി പരിശോധനയെ തുടർന്ന് എന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഞങ്ങൾ പൊട്ടിമുളച്ചുണ്ടായതല്ല എന്നതാണ് ഷാഫി പറമ്പിൽ സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് വലിയ രീതിയിൽ കയർക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപക്ഷെ ഒരു പരിധി കടന്ന് ഭീഷണിയുടെ സ്വരം വരെ രാഹുലിന്റെ വാക്കുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരണം. എന്തായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ഈ പ്രചരണ രംഗത്ത് കൂടുതൽ
കൂടുതൽ കത്തിക്കാൻ UDF-നെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടാകുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പാലക്കാട് ഈ രീതിയിലുണ്ടായിട്ടുള്ള ഈ രീതിയല്ല പെട്ടി വിവാദം എന്തായാലും UDF-നെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവർക്ക് ഇരവാദം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോൾ അതെന്തായാലും ഈ പ്രചരണ രംഗത്ത് ഇന്നത്തെ ദിവസം കത്തിച്ചു നിർത്താൻ തന്നെയായിരിക്കും UDF ക്യാമ്പ് ശ്രമിക്കുക. ഇനിയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോഴും വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും ഒക്കെ ആ കാര്യങ്ങൾ കൂടുതൽ ഊന്നി സംസാരിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും രാത്രി വന്ന് അൻവറിനെ കണ്ടത്, രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിക്ക് വരെ തള്ളിപ്പറയേണ്ടി വന്നതാണ്. പരസ്യമായി VD സതീശൻ തള്ളിപ്പറഞ്ഞ കാര്യമാണ്. ആ രാഹുൽ ഇപ്പോൾ നിലമ്പൂരിൽ അവസാന ദിവസം പ്രചരണ സമയത്ത് എത്തുമ്പോഴേക്ക് രാഹുൽ ഒരു ഇരവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നു. അത് UDF-ന് പ്രധാന പ്രചരണ വിഷയമാക്കി മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതൊക്കെ നമുക്ക് കാത്തിരിക്കണം. അനുമോദ് തുടരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം VV അരുണും തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ, ഇപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രയോഗിക്കും എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ആ രീതിയിൽ മാറിപ്പോകുമെന്നും അറിയാം. അത് ഗുണം ചെയ്യുക എന്തായാലും UDF-നെ സംബന്ധിച്ചായിരിക്കും. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയമൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് UDF-ന് എന്തായാലും അത്ര സുഖകരമായ സാഹചര്യമല്ല സൃഷ്ടിക്കുക. അപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ MP എന്ന MLA എന്ന പരിഗണന അവർക്ക് ആവശ്യമായ പരിഗണന നൽകാതെ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടോ? അത് അങ്ങനെ ഇടത് ക്യാമ്പിനൊരു ക്ഷീണമാകുമോ ഇനി? ശരി, VV അരുൺ, എന്തായാലും ഈ വിഷയം തന്നെയാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ് VV അരുൺ എന്ന് മനസ്സിലാക്കുന്നു. നേതാക്കളുടെയൊക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതേ ഉള്ളൂ. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിമറിയാവുന്ന വിഷയമാണ്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും നേതാക്കളുടെയൊക്കെ കൂടുതൽ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാവുക. M സ്വരാജ് എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അത് എന്താണ്? CPM-ന് യാതൊരു പങ്കുമില്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നിയമപരമായി അതിനെ നേരിട്ടോട്ടെ എന്ന ഒരു സമീപനം M സ്വരാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം തേടുമ്പോൾ അദ്ദേഹം അതാണ് നൽകുന്ന മറുപടി. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തന്നെ അജണ്ട അവസാന ദിവസങ്ങളിൽ അങ്ങ് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. UDF-നെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിരിക്കും അത്. കാരണം ജമാഅത്തെ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാതെ വേറൊരു വിഷയത്തിലേക്ക് മാറിപ്പോകുന്നത്, അവർക്ക് വിവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിലേക്ക് മാറിപ്പോകുന്നത് അവരെ എല്ലാ ചാനലുകാരും കൂടെ ഒരുമിച്ച് കാണാം. രണ്ടായിട്ട് പറയണ്ടല്ലോ, ഒരുമിച്ച് പറയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിലേക്ക്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കുറച്ച് കഴിഞ്ഞ് പ്രതികരിക്കാമെന്നതാണ്. അദ്ദേഹം കൂടുതൽ പ്രതികരണം നടത്താതെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോയിരിക്കുകയാണ്. അരുൺ, അപ്പോൾ UDF-ന് ഇരവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉദ്യോഗസ്ഥ തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രേണുക, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഹോട്ടലിലേക്ക് വന്നതേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. ഏതായാലും അദ്ദേഹം പിന്നീട് പ്രതികരിക്കാം. ഷാഫി പറമ്പിലും എല്ലാം ചേർന്ന് ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം റൂമിലേക്ക് പോയത്. ഏതായാലും ഇതിൽ ഒരു കാര്യമുണ്ട്, പാലക്കാട്ടെ പെട്ടി വിവാദവുമായി